നമസ്തേ. നൃത്യം, നൃത്തം, നാട്യം, ഈ 3 വാക്കുകൾ എല്ലാ നർത്തകരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ 3 വാക്കുകളെക്കുറിച്ചും നാട്യശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാസ്തവത്തിൽ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. നൃത്തവും നാട്യവും മാത്രമേ നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ നൃത്യം എന്ന വാക്ക് എവിടെ നിന്ന് വന്നു? സംഗീതരത്നാകരം എന്ന ഗ്രന്ഥത്തിലാണ് ഈ നൃത്യം എന്ന വാക്കിനെക്കുറിച്ച് അധികമായി ചർച്ച ചെയ്തിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നന്ദികേശ്വരൻ്റെ ഭരതാർണവം ഇറങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് പല പല ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു വിവരമാണ്, ഏകദേശ രൂപമാണ്. നാട്യശാസ്ത്രം 2000 വർഷങ്ങൾക്ക് മുൻപേ, അത് പല ആളുകളും പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്. 2000-2300 വർഷത്തിനും ഇടയ്ക്ക് ആയിരിക്കണം ഇത് രചിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ആദ്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള കലകളെക്കുറിച്ച് അടങ്ങുന്ന ഒരു ഗ്രന്ഥം നാട്യശാസ്ത്രമാണ്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ളതായി പറയപ്പെടുന്നത്. നന്ദികേശ്വരൻ്റെ അഭിനയദർപ്പണമുണ്ട്. അതും ഏകദേശം ഈ 12-13 നൂറ്റാണ്ട് സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. നാട്യശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നാട്യത്തിനാണ് പ്രാധാന്യം. നാട്യം അധികമായി ഉള്ള നർത്തനത്തിനാണ്, അതാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നത്. നൃത്തമാണ് അധികമെങ്കിൽ അത് അപകൃഷ്ടം എന്ന രീതിയിലേക്ക് തരം താഴുന്നു. എന്നാൽ വാസ്തവത്തിൽ നമ്മളിപ്പോൾ കാണുന്നതെല്ലാം അങ്ങനെയല്ലല്ലോ, അല്ലേ? നൃത്തം പഠിക്കുവാനായി അല്ലെങ്കിൽ നടനം പഠിക്കുവാനായി എൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരും സമീപിക്കുന്നത് അതിൻ്റെ ചലനങ്ങൾ കണ്ടിട്ടാണ്, അല്ലേ? അതിലെ അഭിനയം, വികാര പ്രകടനം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ ചലനങ്ങളുടെ ഭംഗിയിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഇത്ര കഠിനമായി നമ്മൾ സൗഷ്ഠവമെല്ലാം പാലിച്ച് ബേസിക് സ്റ്റെപ്സും ജതികളും എല്ലാം പഠിച്ച് അതൊക്കെ അർത്ഥമില്ലാതാവുകയല്ലേ എന്ന് എന്നോട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കും തോന്നിയിട്ടുള്ള സംശയമാണ്. നാട്യശാസ്ത്രത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നിരുന്നാലും ഒരു രൂപം മനസ്സിലേക്ക് കയറുന്നിടം വരേക്കും എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണത്. നാട്യം എന്നതുകൊണ്ട് വികാരത്തെ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാമോ അതെല്ലാം നാട്യമാണ്. അതായത് ഒരു വേദിയിൽ തിളങ്ങുന്ന പ്രകാശം പോലും നാട്യത്തിൻ്റെ അവസ്ഥയിൽ വരുന്നു, നാട്യത്തിൻ്റെ ഗണത്തിൽ വരുന്നു. അതെന്തെന്നാൽ ഒരു ശൃംഗാരപരമായ അല്ലെങ്കിൽ ഒരു വളരെ ശാന്തമായ ഒരു വിഷയത്തെ നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ചുവന്ന ഫ്ലിക്കറിംഗ് ലൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ആ ചുവപ്പ് എന്നത് പലപ്പോഴും ഈ യുദ്ധത്തെ കാണിക്കാനാണ് കൂടുതൽ ഉചിതമാവുക, അല്ലേ? അപ്പോൾ അതിനുപോലും, ആ ഒരു വെളിച്ചത്തിന് പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വേഷഭൂഷാദികൾക്ക് പോലും, ഒരു പൊട്ടിന് പോലും ഒരു വികാരത്തെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. വേദിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന നാട്യോപകരണങ്ങൾക്ക് ഒരു വിഷയത്തെ, ഒരു രാജകൊട്ടാരത്തെ ഒരുക്കിയാൽ നമുക്ക് കാണുമ്പോഴേ അറിയില്ല ആ ഒരു വിഷയം നമ്മളുടെ ഉള്ളിലേക്ക് എത്തിയില്ലേ? കുറേ മരങ്ങളും ഒരു വനത്തെ നാട്യോപകരണങ്ങൾ കൊണ്ട് ഒരുക്കാൻ പറ്റില്ലേ? പറ്റും. അതിന് ജീവനില്ലാത്ത, അല്ലെ അഭിനയം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു സന്ദർഭത്തിന് ആ നാട്യോപകരണങ്ങൾക്ക് ഒരു വിഷയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും നാട്യമാണ്, അതും നാട്യത്തിൽ പെടുന്നു. ഒരു വിഷയവും ഒരു ഇമോഷൻസ് ഒന്നും ഇല്ലാതെ മീനിങ്ലെസ്സായുള്ള പ്രയോഗങ്ങളെയാണ് നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നാട്യത്തിന് പ്രാധാന്യം, നാട്യമാണ് പ്രധാനം എന്ന് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സങ്കല്പത്തിൽ നിന്ന് തുടങ്ങണം. ബ്രഹ്മദേവൻ നാട്യവേദം ഉണ്ടാക്കിയെന്നും, അല്ലേ? ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ്. 4 വേദങ്ങളുടെയും അന്തസത്തയെ സ്വാംശീകരിച്ച് 5ാമതൊരു വേദമായ നാട്യവേദം നിർമ്മിച്ചുവെന്നും അതിൽ നിന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ചേർത്ത്, നിയമാവലികൾ ചേർത്ത് നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തെ ഭരതമുനി എഴുതിയുണ്ടാക്കി എന്നുമാണ് ഒരു കഥാരൂപത്തിൽ നാട്യോൽപ്പത്തി എന്ന 1ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്.
നമുക്ക് ഒരു സൃഷ്ടി ഉണ്ടാവുന്നതിന് മുൻപായി ഒരു സങ്കല്പം ഉണ്ട്. സങ്കല്പമില്ലാതെ സൃഷ്ടിയില്ല. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ. നിങ്ങളൊരു പടം വരയ്ക്കുന്നു, ഒരു മരത്തിൻ്റെ പടം വരയ്ക്കുന്നു. നിങ്ങൾ വെറുതെ പെൻസിലെടുത്തൊരു പേപ്പറിൽ ഒരു സങ്കല്പം ഇല്ലാണ്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ഒരു സങ്കല്പം ഉള്ളിൽ ഉണ്ടാവണം. എന്തൊക്കെ സങ്കല്പങ്ങൾ വരും അപ്പോൾ? മരം എന്തു വേണം? അത് തെങ്ങാവാം, മാവാവാം, പ്ലാവാവാം, വാഴയാവാം, ചെറിയ കുറ്റിച്ചെടികളാകാം, എന്തോ ആകാം അല്ലേ? അതെന്ത് വേണം എന്ന് തീരുമാനിക്കണം. അത് എവിടെ നിൽക്കുന്നു, അത് എത്രത്തോളം വളർന്നു, ഇല കൊഴിഞ്ഞു പോയിട്ടുണ്ടോ, ഇതെല്ലാം ഒരു 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 വീടിൻ്റെ മുറ്റത്താണോ ഈ മരം സ്ഥിതി ചെയ്യുന്നത്? ഒരു നദീതടത്തിലാണോ? ഇതെല്ലാം നിങ്ങളുടെ സങ്കല്പങ്ങളല്ലേ? മഞ്ഞ ഇല വേണോ, പച്ച ഇല വേണോ, പൂക്കൾ ഉണ്ടാവണോ, കിളികൾ വേണോ? ഇതെല്ലാം സങ്കല്പത്തിലില്ലേ? ഈ സങ്കല്പം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ സൃഷ്ടിയെ ഒരു പേപ്പറിലേക്ക് പകർത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ? ഇതെല്ലാ സൃഷ്ടികൾക്കും ബാധകമാണ്. അപ്പോൾ ഈ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുൻപ് ബ്രഹ്മദേവന് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. ഈ സങ്കല്പത്തെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് വിശദീകരിച്ചതാണ്. ഇത് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ളതാണ്, ജനങ്ങളിൽ ധർമ്മബോധം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അത് വിനോദത്തിലൂടെ ചില കഥകൾ പറഞ്ഞു. നമ്മളെ പണ്ട് മുതലുള്ള പഞ്ചതന്ത്രം കഥകൾ പോലെയുള്ള കഥകൾ അങ്ങനെയല്ലേ? വിനോദത്തിലൂടെ നമ്മളിലേക്കൊരു ധർമ്മബോധം ഉണ്ടാക്കണം. ആ സങ്കല്പം അതായതുകൊണ്ടാണ് നാട്യത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് നാട്യശാസ്ത്രത്തിൽ. അല്ലാതെ മറ്റേതിനെ ചെറുതാക്കി കാണുകയൊന്നും ചെയ്തതല്ല. ഇതാണ് അതിൻ്റെ ആ സൃഷ്ടിയുടെ സങ്കല്പമേ ഇതാണ്. കീർത്തി ഉണ്ടാക്കുന്നതായിരിക്കണം, അപകീർത്തി ഉണ്ടാക്കരുത്. എല്ലാവർക്കും ഹൃദ്യമായതായിരിക്കണം, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കണം, എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കണം, എല്ലാവരിലേക്കും എത്തുന്നതായിരിക്കണം. അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് ഇത് സങ്കല്പത്തെക്കുറിച്ച് ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. കാരണം ഇത് ഞാൻ നേരത്തെ ഒരു ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമയം കളയേണ്ടതില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സങ്കല്പം. ഈ സങ്കല്പത്തിൽ നിന്നുണ്ടായതായതുകൊണ്ടാണ് നാട്യത്തിനാണ് പ്രാധാന്യം. കാരണം ഒരു വികാരത്തിലൂടെ മാത്രമേ, അല്ലെ ഒരു വിഷയത്തെ എത്തിക്കുന്നതാണ് നാട്യം അല്ലേ? ധാർമ്മികമായ ചില കാര്യങ്ങളെ കഥകളിലൂടെ അല്ലെങ്കിൽ വിനോദത്തിലൂടെ, പാട്ടിലൂടെ, ഡാൻസിലൂടെയൊക്കെ എത്തിക്കുക എന്നുള്ളതല്ലേ? അപ്പോൾ ഒരു വിവരത്തെ എത്തിക്കുന്നത് നാട്യമാണ്. വിവരത്തെ എത്തിക്കാനുള്ളതാണിത്. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം കൂടുതൽ. പിന്നെ നൃത്തം എന്തിനു വേണ്ടി? ഒരു ശോഭയ്ക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ശരി. അപ്പോൾ അതാണ് നാട്യം. ഇനി ഈ നാട്യം 13 നാട്യശാസ്ത്രത്തിൽ തിരിച്ചിട്ടുണ്ട്. ഈ നാട്യം എന്തൊക്കെയാണ് 13 തിരിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അത് ഏതൊക്കെ അധ്യായത്തിൽ? നാട്യശാസ്ത്രം വായിച്ചു തുടങ്ങുന്നവർക്ക് കുറച്ച് എളുപ്പമാകട്ടെ എന്നുകൂടി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നതാണ് അറിയേണ്ടത് എങ്കിൽ, രസത്തെയാണ് അറിയേണ്ടതെങ്കിൽ ഇന്ന അധ്യായം നോക്കൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ചിതറിക്കിടക്കുകയാണ്. ഒരിക്കലും രസം എന്നത് ഒരധ്യായത്തിൽ നിൽക്കുന്നില്ല. അല്ലെ ഇന്ന അധ്യായങ്ങൾ വായിച്ചാൽ രസം മനസ്സിലാകും എന്നല്ല. പല അധ്യായങ്ങളിലും ഇതിൻ്റെ പല പല ഭാഗങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. എല്ലാം വായിച്ചു വരുമ്പോഴേ മൊത്തത്തിലൊരു ഐഡിയ കിട്ടുള്ളൂ. അല്ലെ പലതും മിസ്സിങ് ആയിരിക്കും. അയ്യോ, ഇത് ഞാൻ വായിച്ചിട്ടില്ലല്ലോ, ഈ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ നാട്യശാസ്ത്രത്തിൽ ഇല്ലാത്തതാണോ ഈ പറയുന്നത് എന്ന് ധരിക്കരുത്. ഇത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ 13 നാട്യപ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഈ നാട്യത്തിനാണ് പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ അധ്യായങ്ങളിലാണ് എന്നൊന്ന് പറയാം. രസങ്ങൾ, ഭാവങ്ങൾ, അഭിനയങ്ങൾ, സിദ്ധി, സ്വരം, ഗാനം, വൃത്തി, പ്രവൃത്തി, ധർമ്മി, ഉപചാരം, ആദോദ്യം, മണ്ഡലങ്ങൾ, പ്രകൃതി. ഇത്രയുമാണ് 13 നാട്യപ്രയോഗങ്ങൾ. ഇനി ഇത് ഏതെല്ലാം അധ്യായത്തിലാണ് നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേതായി പറഞ്ഞത് രസങ്ങൾ. രസങ്ങൾ 6-ാമത്തെ അധ്യായത്തിലാണ്, രസവികല്പം എന്ന അധ്യായത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മാത്രമല്ല 24-ാം അധ്യായമായ സാമാന്യ അഭിനയത്തിൽ പറയുന്നുണ്ട്, വൈശികത്തിൽ രസത്തിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. 34-ാം അധ്യായത്തിൽ വരുന്നുണ്ട് സാമ്യം. ഇപ്പം അങ്ങനെ പല അധ്യായങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. നിങ്ങളിതെല്ലാം വായിച്ചെങ്കിലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. എന്നിരുന്നാലും രസങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് രസവികല്പം എന്ന 6-ാം അധ്യായത്തിലാണ്. അപ്പോൾ നാട്യശാസ്ത്രത്തിൽ അഷ്ടരസങ്ങളെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ശാന്തം എന്ന രസത്തെ ഇതിൽ വിശദീകരിച്ചിട്ടില്ല. ശരി, അടുത്തത് ഭാവങ്ങൾ. ഭാവങ്ങൾ 7-ാം അധ്യായമായ
ഭാവവ്യഞ്ജകത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. 49 ഭാവങ്ങളെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. 8 സ്ഥായി ഭാവങ്ങൾ, 8 സാത്വിക ഭാവങ്ങൾ, പിന്നെ 33 വ്യഭിചാരി ഭാവങ്ങൾ. വ്യഭിചാരി ഭാവത്തിനെ തന്നെ പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് സഞ്ചാരി ഭാവങ്ങൾ. ഇത് ഈ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് അഭിനയം. അഭിനയം ചതുർവിധ അഭിനയങ്ങളാണ് വിശദീകരിക്കുന്നത്. അതായത് 4 വിധം: ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ആംഗികം അംഗങ്ങളുടെ ചലനങ്ങൾ കൊണ്ട്. അംഗങ്ങളുടെ ചലനം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നൃത്തവുമായി മാറിപ്പോകരുത്. അതായത് നമുക്കൊരു വികാരത്തെ പ്രകടിപ്പിക്കാൻ ശരീരചലനം ഇല്ലാതെ പറ്റില്ല. ഇങ്ങനെ നിന്നാൽ നമുക്കൊരു വികാരത്തെ പ്രകടിപ്പിക്കാൻ പറ്റില്ല, അല്ലേ? ഒന്ന് ദീർഘനിശ്വാസത്തിലൂടെ നിങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ദീർഘനിശ്വാസം ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ പാർശ്വഭാഗങ്ങളും ചെസ്റ്റും എല്ലാം മൂവ് ചെയ്യണ്ടേ? അവിടുത്തെ മസിൽസിനെല്ലാം മൂവ്മെന്റ് ഇല്ലേ? ഉണ്ട്. ചിരിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ ഫേഷ്യൽ മസിൽസ് ഏതെല്ലാമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചലനത്തിന് പ്രാധാന്യമില്ലേ? നാട്യം. അതുകൊണ്ടാണ് നാട്യവും നൃത്തവും തമ്മിൽ മാറിപ്പോകരുത്. അത് വളരെ സൂക്ഷ്മമായ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ ഡിവിഷൻസ് എല്ലാം പറഞ്ഞു വരുമ്പോൾ. മനസ്സിലായോ? ചലനമില്ലാത്തതല്ല നാട്യം. അതായത് ചലനം നൃത്തം എന്നല്ല, മീനിങ്ലെസ് ആയുള്ള മൂവ്മെന്റ്സ് ആണ് നൃത്തം. ഓക്കെ, അതിലൊരു മൂവ്മെന്റ് വന്നു എന്ന് വെച്ച് അത് നാട്യമല്ലാതാകുന്നില്ല. നാട്യത്തിന് അത് ഒരു ലൈറ്റുമാകാം നാട്യം, ഒരു മാലയുമാകാം നാട്യം, ഒരു പൊട്ടുമാകാം നാട്യം, എന്തും നാട്യമാവാം. കാരണം ആ സാധനത്തിന് ഒരു വിഷയത്തെ പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ശരി, അപ്പോൾ അഭിനയം, ആംഗികാഭിനയം ശരീരം കൊണ്ടുള്ളതാണ്. ഇത് 4 അധ്യായങ്ങളിലേക്കാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് 4 അല്ല, ആക്ച്വലി 3 എന്ന് പറയുന്നു. അതായത് 9, 10, 11 അല്ല 8, 9, 10 അധ്യായങ്ങളിലേക്കായിട്ടാണ് ആംഗികാഭിനയം വിശദീകരിച്ചിരിക്കുന്നത്. 11ഉം 12ഉം ഒക്കെ ചാരികളും മണ്ഡലങ്ങളും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3ആണ്. പക്ഷേ ഇതിൽ നിൽക്കുന്നില്ല. സാമാന്യ അഭിനയത്തിലും ആംഗികാഭിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട് 24ാം അധ്യായത്തിൽ. അപ്പം അതുപോലെ ചിത്രാഭിനയം എന്ന അധ്യായത്തിലും ആംഗികാഭിനയ പ്രാധാന്യം വരുന്നു. ഗതിപ്രചാരം 13ാം അധ്യായമായ ഗതിപ്രചാരത്തിലും ആംഗികാഭിനയത്തിന് പ്രാധാന്യം വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് നോക്കിയാലേ ഒരു പൂർണ്ണത വരുള്ളൂ. പിന്നെ പറയുന്നത് വാചികം എന്ന ഇത് ഒരു ഡയലോഗ് ഡെലിവറി ആയി മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ 19ാം അധ്യായത്തിലാണ്. അതിനകത്തെ സംബോധനകൾ എങ്ങനെയാണ്. ഇപ്പം രാജാവിനെ തന്നെ പലരും സംബോധനകൾ ചെയ്യേണ്ട വിധം. റാണി സംബോധന ചെയ്യുന്നത് പോലെയല്ല വിദൂഷകൻ ചെയ്യുന്നത് പോലെയല്ല സേനാധിപൻ. ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷേ അതുപോലെ സാമാന്യ അഭിനയത്തിലും വാചികാഭിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല. ഭാഷ അറിയാതെ പാഠ്യത്തിന് വാചികത്തിന് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഷയെ 15ാം അധ്യായം മുതൽ 19ാം അധ്യായം വരെ വിശദീകരിക്കുന്നുണ്ട്. അക്ഷരം മുതൽ, സ്വരങ്ങളും വ്യഞ്ജന അക്ഷരങ്ങൾ മുതൽ നമ്മൾ വൃത്തം, അലങ്കാരം, ലക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ. ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ സംസ്കൃതം, പ്രാകൃതം, പല ദേശത്തെ ഭാഷകൾ. ഇനി നമ്മൾ ജീവജാലങ്ങളുണ്ടാവും, അല്ലേ? കുരങ്ങനും പക്ഷികളും ഒക്കെ കഥാപാത്രങ്ങൾ. അവർക്ക് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയല്ല അവർക്ക് കൊടുത്തിരിക്കുന്നത്, യോന്യന്തര ഭാഷ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഭാഷകളെക്കുറിച്ചെല്ലാം 15 മുതൽ 19 വരെയുള്ള അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ശരി, ഇനിയും വരുന്നത് ആംഗികം, വാചികം. സാത്വികാഭിനയവും ഈ സാമാന്യാഭിനയത്തിലും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് ആഹാര്യം. 23ാം അധ്യായം മുഴുവനായും ആഹാര്യത്തെക്കുറിച്ച് മാത്രമാണ്. ആഹാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വസ്ത്രമോ ഓർണമെന്റ്സോ മാത്രമാണ് ധരിക്കരുത്. അതിനകത്ത് മേക്കപ്പ് വരുന്നുണ്ട്. അതുപോലെ പൊയ്ത്തല വെക്കില്ലേ ഗണപതിയായിട്ടൊക്കെ, അല്ലെങ്കിൽ രാവണനായിട്ട് അഭിനയിക്കണമെങ്കിൽ പൊയ്ത്തല വേണ്ടി വരും, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ താടി, ക്ലീൻ ഷേവ് ആയിട്ടുള്ള ആർക്കൊക്കെയാണ്, ചെറിയ കുറ്റിരോമം, വലിയ താടി, ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ട് പറയുന്നുണ്ട്. പിന്നെ നാട്യോപകരണങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ വടിയോ ജലപാത്രം, അങ്ങനെയുള്ള നാട്യോപകരണങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ വേദിയിൽ വെക്കുന്ന ഒരു വീടിനെ നിർമ്മിച്ച്
അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? പർവ്വതമോ വൃക്ഷങ്ങളോ വാഹനത്തിൽ വിമാനം വരെയും പറയുന്നുണ്ട് ആഹാര്യ അഭിനയത്തിൽ. ഇതെല്ലാം ആഹാര്യത്തിൽ പെടുന്നതാണ്. ശരി, അപ്പോൾ അഭിനയം 4. ശരി, ഇനി ധർമ്മി, ലോകധർമ്മി, നാട്യധർമ്മി. ഇത് 14-ാം അധ്യായത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ധർമ്മി, വൃത്തി എല്ലാം 14-ാം അധ്യായത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. വൃത്തികൾ 4. വൃത്തിയെക്കുറിച്ച് നമ്മൾ നേരത്തെ 2 ഭാഗങ്ങളിലായി വിശദീകരിച്ചിട്ടുണ്ട്. വൃത്തികളുടെ അംഗങ്ങളും എല്ലാം, അതിലൊരു കഥയുണ്ട്. ആ കഥയും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ആരഭടി വൃത്തി, കൈശികി വൃത്തി, സാത്വിതി വൃത്തി, ഭാരതീ വൃത്തി വാക്കാണ്. ആരഭടി മൂവ്മെൻറ്റ്സ് ആണ്, ചലനമാണ്, പ്രയോഗങ്ങളാണ്. സാത്വിതി വൃത്തി വികാരമാണ്, വികാര പ്രകടനങ്ങളാണ്. കൈശികി വൃത്തി സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം 4 ഋഗ്വേദത്തിൽ നിന്നും ഭാരതീ വൃത്തി, യജുർവേദത്തിൽ നിന്നും ആരഭടി വൃത്തി. സാത്വിതി വൃത്തി വന്നിരിക്കുന്നത് അഥർവവേദത്തിൽ നിന്നാണ്. കൈശികി വൃത്തി വന്നിരിക്കുന്നത് സാമവേദത്തിൽ നിന്നാണ്. സാമവേദത്തിൽ നിന്ന് തന്നെയാണ് സംഗീതവും ഉത്ഭവിച്ചിട്ടുള്ളതായി പറയുന്നത്. ശരി, അധ്യായത്തിൻ്റെ പേര്, 14-ാം അധ്യായത്തിൻ്റെ പേര് കക്ഷ്യ പ്രവൃത്തി ധർമ്മി വ്യഞ്ജകം എന്നതാണ്. അപ്പോൾ ധർമ്മി കഴിഞ്ഞു, വൃത്തികൾ കഴിഞ്ഞു. പ്രവൃത്തികൾ 4 എണ്ണമാണ്. ആവന്തി, ദക്ഷിണാത്യ, ഉഡ്രമാഗതി അല്ലെങ്കിൽ ഔഡ്രമാഗതി എന്നും പറയാം, പാഞ്ചാല മധ്യമ. ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്നത് 14-ാം അധ്യായത്തിൽ തന്നെയാണ്. ഈ പ്രവൃത്തി, അതായത് ധർമ്മി, വൃത്തി, പ്രവൃത്തി, ഇതെല്ലാം 14-ാം അധ്യായത്തിൽ തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി സിദ്ധി 12 എണ്ണമാണ്. 12 എന്ന് പറയുമ്പോൾ 2ആയിട്ടാണ് അതിൻ്റെ തിരിവ് വരുന്നത്. മാനുഷി സിദ്ധി എന്നും ദൈവികി സിദ്ധി എന്നും. മാനുഷി സിദ്ധി 10 ഉണ്ട്, ദൈവികി സിദ്ധി 2 എണ്ണം. ഇത് 27-ാം അധ്യായമായ സിദ്ധി വ്യഞ്ജകത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. സിദ്ധികൾ എന്ന് വെച്ചാൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, നമ്മൾ നടനം അവതരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം വിജയിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ എന്ത് ചെയ്താലും അത് എത്രത്തോളം ഓഡിയൻസിൽ എത്തുന്നു എന്നുള്ളതല്ലേ. നമ്മളൊരു പൂവ് കാണിക്കുന്നു, പൂവ് കാണുന്ന ഓഡിയൻസിന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അവരെ ഇങ്ങനെ, നമ്മൾ ചില ചലച്ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ കരഞ്ഞു പോകും അല്ലേ, ചില കോമഡികൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോൾ അത് ആ സിദ്ധിയെയാണ് കാണിക്കുന്നത്, അത് എത്രത്തോളം ഫലിച്ചു എന്നുള്ളതാണ് അല്ലേ കാണിക്കുന്നത്. ഇതിനാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. ഇത് മനുഷ്യനിർമ്മിതമായ സിദ്ധികളുമുണ്ട്, നമ്മളുടെ ശക്തിക്ക് അപ്പുറമായ ഒരു സിദ്ധിയുമുണ്ട്. അതാണ് മനുഷ്യ സിദ്ധിയും ദൈവികീ സിദ്ധിയും വരുന്നത്. ഇത് ഏതൊക്കെയാണെന്നുള്ളതാണ് 27-ാം അധ്യായമായ സിദ്ധിവ്യഞ്ജകത്തിൽ. അതിൽ ഈ വിഷയം മാത്രമല്ല പ്രതിപാദിക്കുന്നത്, നാട്യഗുണങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. വേറെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ജഡ്ജസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അവരെന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു അധ്യായത്തിൽ ഒരു ഭാഗത്തിൽ നമ്മളിതെല്ലാം വിശദീകരിച്ചിട്ടുള്ളതാണ്. ശരി, അടുത്തത് സ്വരം എന്നത് 2 വിധത്തിലാണ്. ശരീരജന്യവും ഉണ്ട്, അതുപോലെ തന്നെ വീണാജന്യവും ഉണ്ട് സ്വരങ്ങൾ. അങ്ങനെ ഇത് 28-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ആദോദ്യം എന്ന് പറഞ്ഞാൽ വാദ്യമേളങ്ങളാണ്. ഇത് 4 വിധമാണ്. തതം, അവനദ്ധം, ഖനം, സുഷിരം. തതം എന്നത് കമ്പി വലിച്ച് കെട്ടിയുള്ള വീണ ആണ്, അതിൽ നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതാണ് തതം. ഖനം എന്നത് ലോഹം കൊണ്ട്, നമ്മുടെ ഇന്നത്തെ നട്ടുവങ്കതാളം, ഇലത്താളം ഒക്കെ ഖനം. അവനദ്ധം മൂടിക്കെട്ടി, മിഴാവ് അല്ലെങ്കിൽ ചെണ്ട, മദ്ദളം, മൃദംഗം, ഇതൊക്കെ അവനദ്ധമാണ്. സുഷിരം, ഓടക്കുഴൽ, സുഷിരവാദ്യം. അങ്ങനെ ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്നത് 28 മുതൽ 33-ാം അധ്യായം വരേക്കുമാണ് ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. ശരി, ആദോദ്യം കഴിഞ്ഞു. ഇനി പ്രകൃതി ഉത്തമ പ്രകൃതി, മധ്യമ പ്രകൃതി, അധമ പ്രകൃതി, ഇങ്ങനെയുള്ള ഡിവിഷൻസ് ഉണ്ട്. അത് 34-ാം അധ്യായത്തിലാണ്. പ്രകൃതി വിചാരം എന്ന അധ്യായത്തിലാണ്. അതിൽ മാത്രമല്ല, പല അധ്യായങ്ങളിലും പ്രകൃതിക്ക് പല രീതിയിലുള്ള ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ത്രീ പ്രകൃതി, പുരുഷ പ്രകൃതി, സങ്കീർണ പ്രകൃതി എന്നൊക്കെയുള്ള ഡിവിഷൻസ് പറയുന്നുണ്ട്. ശരി, അടുത്തത് ഉപചാരം 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ബാഹ്യോപചാരം, ആഭ്യന്തര ഉപചാരം. അതായത് ഒരു രാജകൊട്ടാരത്തിൽ അന്തപുര
പുറത്തുള്ള ആളുകൾ, അതായത് രാജകൊട്ടാരത്തിന് പുറത്തുള്ളതല്ല, അന്തപുരത്തിൽ നിന്നും പുറത്തുള്ള, അതായത് സേനാപതി, മന്ത്രി, അങ്ങനെയൊക്കെയുള്ളവരുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ ബാഹ്യോപചാരത്തിൽ പെടുന്നത്. ആഭ്യന്തര ഉപചാരത്തിൽ 17 തരത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. ദേവി, മഹാദേവി, വൃദ്ധ, അങ്ങനെ 17. ഇതും ഞാൻ വേറൊരു ഭാഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉപചാരം. ഇത് 34-ാം അധ്യായത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. പിന്നീട് വരുന്നത് മണ്ഡപം. ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് ആണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും സ്റ്റേജിൻ്റെ വലിപ്പം അനുസരിച്ചും ഒക്കെ നമുക്കൊരു വിഷയത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു ദേവാസുര യുദ്ധം വേണമെങ്കിൽ വേദി വലുതായിരിക്കണം, അവിടുത്തെ ലൈറ്റിങ്സും ബാക്ക്ഡ്രോപ്സും എല്ലാം വ്യത്യാസം ഉണ്ടാവും, അല്ലേ? അതുപോലെ ആവില്ല ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനെ അവതരിപ്പിക്കുന്നത്, അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഉപചാരവും മണ്ഡപവും ഒരു നാട്യപ്രയോഗത്തിൽ പെടുന്നതാണ്. ഇത് 2-ാം അധ്യായമായ മണ്ഡപവിധിക്കകത്താണ് വിശദീകരിച്ചിരിക്കുന്നത്. ഒരുപാട് ഡിവിഷനുണ്ട്, അതിൻ്റെ നീളവും വീതിയും വലിപ്പം അനുസരിച്ചും ഒക്കെ ഉണ്ട്. ഇതിവിടെ പിന്നെ ആകൃതി അനുസരിച്ചും ഉണ്ട്. തിശ്രം, ചതുരശ്രം, വികൃഷ്ടം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള, അത് അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഒരു തവണ ഞാനൊന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാ ഭാഗങ്ങളും ഏകദേശം ഞാൻ ഓരോ തവണ വിശദീകരിച്ചിട്ടുള്ളതാണ്, നമുക്കത് നോക്കാം. എന്നിരുന്നാലും ഇങ്ങനത്തെ 13 നാട്യപ്രയോഗങ്ങളാണുള്ളത്. അപ്പോൾ ഇനി തെറ്റിദ്ധരിക്കരുത് ആരും. നാട്യം എന്നാൽ ചലനമില്ലാത്തതോ അഭിനയിക്കുന്നതും മാത്രമോ ഒന്നുമല്ല, അഭിനയവും ചലനമാണ് കേട്ടോ. ശരീരത്തിലെ ഓരോ മസിൽസും ചലിച്ചെങ്കിലേ നമ്മൾക്ക് ഇപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമെന്ന് നിങ്ങളോട് പറയുമ്പോഴും ഞാൻ പ്രത്യേകിച്ചൊരു ചലനം ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ചലിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഏതെല്ലാം മസിൽസ് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? കഴുത്തായിക്കൊള്ളട്ടെ. അപ്പം നമുക്കൊരു വികാരത്തെ എത്തിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓരോ മസിൽസും ചലിച്ചെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. ആ ചലനം നിങ്ങൾ നൃത്തമായി കൂട്ടരുത്. അപ്പോൾ ഒരു വിഷയത്തെ എത്തിക്കാൻ പറ്റുന്ന, പ്രേക്ഷകരിലേക്ക്, ആസ്വാദകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എന്തും നാട്യമാണ്. അർത്ഥമില്ലാത്തവയാണ് നൃത്തം. അപ്പോൾ തീർച്ചയായും സങ്കല്പവുമായി ഒത്തുവരണമെങ്കിൽ, നാട്യം ഉണ്ടായതിൻ്റെ, നടനം ഉണ്ടായതിൻ്റെ സങ്കല്പവുമായി ഒത്തുവരണമെങ്കിൽ തീർച്ചയായും ഒരു വിഷയത്തെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കണം, അല്ലേ? എങ്കിലല്ലേ ആ സങ്കല്പവുമായി യോജിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.